രാമായണം കഥ ഇങ്ങനെ കൈകുട്ടിക്കളിയായി അവതരിപ്പിക്കാൻ സന്നദ്ധത കാണിച്ച ഗായത്രി നമ്പൂതിരി സഭ, ഒറ്റപ്പാലത്തുള്ള ഗായത്രി മന്ത്രിസഭ ആർദ്രാമൃതം എന്ന പേരിൽ കൈകുട്ടിക്കളി അവതരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ എനിക്ക് അങ്ങേറ്റം സന്തോഷം അവരെ അറിയിപ്പിക്കാതിരിക്കാൻ വയ്യ. അതായത് സ്വതവേ വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അതിങ്ങത്തേക്ക് എന്ന് തുടങ്ങി വെച്ച കാലം മുതൽക്ക് സ്ത്രീകൾക്കുള്ള മുൻഗണനയും സ്ത്രീകൾക്കുള്ള ഉത്തേജനമായ പ്രോത്സാഹനവും നിസ്സാരമായി കാണാൻ വയ്യ. അത്രയ്ക്കും പ്രാഗൽഭ്യമുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് എല്ലാം പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ സ്ത്രീകളിൽ നിന്ന് പുറമേക്ക് പ്രവർത്തിച്ചു വരുന്നത് നമുക്കെല്ലാവർക്കും കാണാനും സാധിച്ചിട്ടുണ്ട്. ആസ്വാദ്യജനകമാണ് താനും. അങ്ങനെയുള്ള അവരിൽ നിന്നാണ് കല എന്ന പേരിലല്ല, കല തന്നെ ഈ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുക എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതിൽ കൈകൊട്ടിക്കളി സാധാരണ പല ദിക്കിലും അവതരിപ്പിച്ച് വരുന്നുണ്ട്. ഇപ്പോഴും അത് നിർത്താതെ തന്നെ കൊണ്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒറ്റപ്പാലം ഗായത്രി നമ്പൂതിരി സഭ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയധികം വിപുലമായ രീതിയിൽ ഒരു രാമായണം കഥ അവതരിപ്പിക്കണം എന്ന ആ നിർബന്ധ ബുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി അവതരിപ്പിക്കാനുള്ള സന്നദ്ധതയോടുകൂടി പ്രവർത്തിച്ച ഇതിൻ്റെ പ്രവർത്തകരെയും ഇത് എഴുതിയ ഗൗരി അന്തർജനത്തിനെയും അങ്ങേറ്റം അഭിനന്ദിക്കുന്നു. ഇത്രയും ചുരുങ്ങിയ നാളുകളിൽ തന്നെ ഈ ശരിക്ക് രാമായണം കഥ ആണെങ്കിലും അത് ഈ നമ്മളുടെ വാൽമീകി എഴുതിയിട്ടുള്ള കഥ അല്ല, പുതുതായിട്ടുള്ള കവിതകളാണ്, വരികളാണ് എഴുതിയുണ്ടാക്കിയിട്ട് അവതരിപ്പിക്കുന്നത് എന്നറിഞ്ഞതിൽ സന്തോഷം നല്ലോണമുണ്ട്. ഏതായാലും ആ സന്തോഷം പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടത് ഗൗരി അന്തർജനത്തിനോട് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത് എഴുതിയുണ്ടാക്കിയിട്ട് ഇവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമായ കാര്യമാണ്. ഈ രാമായണം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്കൊക്കെ എല്ലാം കേട്ടറിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടറിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ വായന കൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിലും അറിയാത്ത ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ ചെറിയൊരു കഥ പറയാം, അത്രയേ ഉള്ളൂ. അതായത് വാൽമീകി രാമായണത്തിൻ്റെ കഥ ചെറുതായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കും അസ്വസ്ഥത തോന്നുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ വാൽമീകി എന്ന പേര് വന്നതിൽ അതിയായ ഒരു അത്ഭുതമുണ്ട്. അതായത് രത്നാകരൻ എന്നൊരു കൊള്ളക്കാരൻ, വനം കൊള്ളക്കാരൻ, അങ്ങേയറ്റം കൊള്ളകളും പിടിച്ചുപറികളും നടത്തി ജീവിച്ച് വരികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 2 സന്യാസിമാർ അത് ആ വഴി കൂടെ വന്നപ്പോൾ രത്നാകരൻ്റെ യാതൊരു സംശയമുണ്ടായില്ല. അവരെ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ ഭാണ്ഡങ്ങൾ അഴിച്ച് വാങ്ങിച്ച് വേഗം പോകാൻ തുടങ്ങിയപ്പോൾ ആ സന്യാസിമാർ പറഞ്ഞു, താങ്കൾ ഈ ചെയ്യണത് അങ്ങേറ്റതൊരു അക്രമമാണ്, മഹാപാപമാണ്. താങ്കൾ ഈ ചെയ്യുന്ന മഹാപാപം താങ്കൾ തന്നെ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് കഷ്ടമാണ്. അതായത് ഇത് ഭാഗവാക്കായിട്ട് ഇത് അനുഭവിക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതെങ്കിലും ഒരു സമാധാനമുണ്ട്. അതില്ലല്ലോ, താങ്കൾ തന്നെ അനുഭവിക്കേണ്ടേ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ മാത്രമൊന്നുമല്ല, എൻ്റെ ഭാര്യയുണ്ട്. ഭാര്യ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഏതായാലും താങ്കളൊരു കാര്യം ചെയ്യൂ,
ഒന്ന് ഭാര്യയോട് ചെന്ന് അന്വേഷിച്ച് വരൂ. സംശയം ഉണ്ടായില്ല. രത്നാകരൻ വേഗം വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, ഞാനിപ്പോൾ ഇതുവരെയൊക്കെ സമ്പാദിച്ച് കൊണ്ടുവന്നില്ലേ, ഇതിന് എന്നോട് 2 മുനിമാർ പറയണത് മഹാപാപമാണെന്നാണ്. ഈ പാപത്തിൻ്റെ ഭാരം പകുതി നിനക്ക് ഏറ്റെടുക്കാൻ വയ്യേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, താങ്കൾ ഈ കൊണ്ടുവരുന്നത് എൻ്റെ ജീവൻ കിടക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കുടുംബിനിയെ രക്ഷിക്കാൻ വേണ്ടി താങ്കളത് ചെയ്യണു. അത് എന്താ തട്ടിപ്പറിച്ച് കൊണ്ടുവരുന്നതാണോ കൊലപാതകം ചെയ്ത് കൊണ്ടുവരുന്നതാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. മാത്രമല്ല വേറൊരു കാര്യമുള്ളത്, അത് പാപമാണെങ്കിൽ ആ പാപഭാരം ഏൽക്കാൻ ഞാൻ തയ്യാറല്ല. അത് താങ്കൾ തന്നെ ഒറ്റയ്ക്ക് തയ്യാറായിട്ട് എടുത്ത് സ്വീകരിച്ചോളൂ, അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. രത്നാകരൻ ആകെ നിരാശനായിട്ട് സ്വാമിമാരുടെ അടുത്ത് വന്നു. ഇങ്ങനെയാണ്, അതായത് അവരനുഭവിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്, അത് അവനവൻ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിമാരെ, ഇനിമേൽ ഞാനത് ചെയ്യാൻ പോണില്ല, എനിക്ക് ഇനി നല്ലവനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാമിമാർ പറഞ്ഞു, ആകട്ടെ, താങ്കളൊരു കാര്യം ചെയ്യൂ, രാമരാമ എന്ന നാമം ജപിച്ചിട്ടിരിക്കൂ എന്ന് പറഞ്ഞു. ആ രാമരാമ എന്ന നാമം ജപിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നാവിൽ രാമരാമ എന്ന് വരണമില്ല. അപ്പോൾ മുനിമാരൊരു കാര്യം പറഞ്ഞു, ഈ 2 മരം നിൽക്കില്ലേ, അതിൻ്റെ ഇടയിലിരിക്കൂ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. എന്നിട്ട് ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മരം ഈ മരം, ആ മരം യമര അമര 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 അമാന്നായി മാറി. അങ്ങനെ സ്വാമിമാരങ്ങോട്ട് അവിടെ നിന്ന് പോയി. അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഈ രാമരാമ ശബ്ദം കേൾക്കാണ്ട്, അല്ലാണ്ട് ആളെ കാണാനില്ല. അപ്പോൾ അത് ഈ പറയുന്ന വ്യക്തി രത്നാകരൻ എന്ന കൊള്ളക്കാരൻ പുറ്റി വന്ന് നിറഞ്ഞിരിക്കണു. പുറ്റി വന്ന് മൂടി. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഉടൻ തന്നെ സന്യാസിമാർ എന്ത് ചെയ്തു വിചാരിച്ചാൽ, കമണ്ടൂരിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തിട്ട് ആ പുറ്റിലേക്ക് തെളിച്ചു. പുറ്റിലേക്ക് തെളിച്ചപ്പോൾ പുറ്റാകെ അങ്ങോട്ട് ഇളകിപ്പോയി. രത്നാകരൻ എഴുന്നേറ്റ് ഇവരെ വന്ദിച്ചു. അപ്പോൾ എന്താണ് എന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പുറ്റ് സ്വതവേ വാൽമീകം എന്നാണ് പറയുക പുറ്റിനെ. അത് സംസ്കൃത ഭാഷയാണ്. ആ പുറ്റിൽ നിന്ന് ജനിച്ച കാരണം കൊണ്ട് രത്നാകരൻ വാൽമീകിയായിട്ട് മാറി. ഇതാണ് ആ കഥ ഉള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ രാമനാമം ജപിച്ചും കൊണ്ട് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് ശരിയെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് സ്വാമിമാർ പോയി. അവിടുന്ന് അങ്ങനെ ഇദ്ദേഹം രാമനാമം ജപിച്ചിരിക്കുന്ന സമയത്ത് ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ 2 പക്ഷികൾ അങ്ങനെ സ്നേഹം കൂടെ കഴിക്കുക. അപ്പോൾ ഒരു വേടൻ വന്നിട്ട് ആ പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് കൊന്നു. അത് താഴത്തേക്ക് വീണു. താഴത്തേക്ക് വീണപ്പോൾ ഈ ആകെ മാനസികമായിട്ട് വളരെ വിഷമമായി. നിഷാദ എന്ന് പറഞ്ഞ് അദ്ദേഹം രാമായണം എഴുതാൻ തുടങ്ങി എന്നാണ് കഥയായിട്ട് മാറിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ പറഞ്ഞതിൽ വല്ല പാകപ്പിഴവും ഉണ്ടായിരിക്കാം. പക്ഷേ അത് മനസ്സിൽ കരുതേണ്ട, ക്ഷമിക്കണം. ഏതായാലും ഇങ്ങനെയുള്ള ആ കഥയെ ചുരുക്കി കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ ഈ ആർദ്രാമതം എന്ന കഥയാക്കി കൈകുട്ടികളിയാക്കി മാറ്റിയിട്ട് ഇത് വളരെയധികം സന്തോഷത്തോടു കൂടി അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഈ ഒറ്റപ്പാലം നമ്പൂതിരി സഭ, ഗായത്രി നമ്പൂതിരി സഭയെ ഞാൻ അങ്ങേറ്റവും എൻ്റെ സന്തോഷത്തെ അറിയിക്കുന്നു. എൻ്റെ മാത്രമല്ല, അവർക്ക് ഞാൻ ഇവരെല്ലാവരും കൂട്ടി എൻ്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞല്ലോ, അവരെന്നെ പറഞ്ഞില്ലേ. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ ചോദിച്ചതും ശരിയാണ്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഈ രാമായണം കഥയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കഥകളി തന്നെ ഉണ്ട്. ആ കഥകളിയിൽ ശരിക്ക് സംഗീത വഴിയായിട്ടുള്ള, ഇത് സംഗീത വഴിയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ആയിട്ടുള്ള ചൊല്ലിയാട്ടവും കളിക്കലും ഒക്കെയാണ് അതിൻ്റെ പതിവ്, മുദ്ര കാണിക്കലും ഒക്കെയാണ്.
അല്ലാണ്ട് കൈകൊട്ടിക്കളിയിൽ ഓരോരോ പദങ്ങൾ കൈകൊട്ടിക്കളി കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. അതിൽ ഇപ്പോൾ രാമായണത്തിൻ്റെ ആവില്ല, ചിലപ്പോൾ മറ്റ് ചിലതിൻ്റെ ഓരോ കഥകളിയിൽ തന്നെ കുറേ പദങ്ങൾ എടുത്തിട്ട് കളിക്കാറുണ്ട്. അതിപ്പോൾ ഗായത്രി നമ്പൂരിതവയും കളിച്ചിട്ടുണ്ട് എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ കേട്ടിട്ടുള്ളത്. ഏതായാലും കൈകൊട്ടിക്കളി ഇങ്ങനെ സമ്പൂർണ്ണമായൊരു രാമായണ കഥ കളിക്കാൻ തയ്യാറായതാണ് എനിക്ക് സന്തോഷം തോന്നുന്നത്. അപ്പോൾ ആ സന്തോഷം ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞാനിപ്പോൾ എന്തിനാ ഇതിനിപ്പോൾ ഞാനായിട്ട് വന്നിട്ട് കാര്യം, എനിക്കിതിൻ്റെ എന്താ പറയുക, 2 മുദ്ര കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, എനിക്ക് ആ മുദ്ര അല്ലാണ്ട് കൈകൊട്ടിക്കളിയെ സംബന്ധിച്ച് പോലെ എനിക്ക് പറയാനറിയോ എന്ന് ഞാൻ ചോദിച്ചു അവരോട്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒന്നും പറയണ്ട, അവിടെ ഒന്ന് സാന്നിധ്യം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അവരുടെ ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ സന്തോഷം സ്വീകരിച്ചുകൊണ്ട് ഞാനിവിടെ വന്നു. ഞാനിവിടെ വന്നിട്ട് ഈ പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ച് പറയാൻ ഇല്ലാത്തത് കൊണ്ട് ആണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എന്താ വെച്ചാൽ കൈകൊട്ടികളി അറിയാത്ത ആൾക്കാർ ഇന്നത്തെ നമ്മളുടെ കേരളത്തിൽ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ അവർ കൈകൊട്ടിക്കളി അറിയെങ്കിലും അവർ ചെയ്യാറുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. എങ്കിലും മൊത്തത്തിൽ അവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഈ കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ മുമ്പിൽ ഇത് എന്നെ ഉദ്ഘാടകനായിട്ട് വിളിച്ചതിന് ഞാൻ അങ്ങേറ്റം നന്ദി പറയുന്നു. ആ നന്ദിയോടൊപ്പം തന്നെ എല്ലാവർക്കും ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം ഇവരെ അറിയിക്കുകയാണ്. മറ്റൊന്നും ഇപ്പോൾ തൽക്കാലം പറയാൻ എനിക്ക് ഇല്ല. ഏതായാലും ഈ പരിപാടി കൈകൊട്ടിക്കളി രാമായണ കഥ കളിക്കുമ്പോൾ ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് അതിഗംഭീരമാവട്ടെ, എല്ലാവർക്കും അങ്ങേയറ്റം സന്തുഷ്ടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തെ ഈ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.